വനിതകളോട് അങ്ങേയറ്റം ബഹുമാനം, സ്നേഹമാണ് എന്റെ അമ്മ എന്നോട് പറയുന്ന കാര്യമാണ്. അതായത് സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ പുരുഷന് ഒരു 5 മിനിറ്റിന്റെ കലാപരിപാടിയുള്ളൂ. അത് കഴിഞ്ഞാൽ സ്ത്രീ 9 മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിക്കും. പുരുഷന് വല്ല പണിയുണ്ടാക്കും. കുട്ടി ഉണ്ടായി അതൊന്ന് നടക്കുന്നത് വരെ, അതുവരെ ഈ അപ്പിപോരലും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. പുരുഷനൊക്കെ വല്ല അറിയുന്നുണ്ടോ? ഇല്ല. ഒന്ന് നടന്നു കഴിയാറാവുമ്പോ തോന്നും ഒക്കെ ശരിയാവുന്നു. അപ്പൊ അതിലും വലിയ എനിക്കെതിരെയാണ് എന്നൊക്കെ. ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യമല്ലേ? സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ. ഇത് അണിറോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ ഉദ്ഘാടനം? എത്രയോ ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ എത്ര നാൾ എനിക്കിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല. എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാണ് താനെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. വനിതാ ദിനത്തിൽ ഒരു സ്ത്രീ കൂട്ടായ്മ നടത്തിയ പരിപാടിക്കിടയിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാട്ടോ: എന്റെ അമ്മ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പുരുഷന് കല്യാണം കഴിക്കാൻ വെറും 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് കല്യാണം കഴിക്കാം. എന്നാൽ ഒരു പെണ്ണിന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് 9 മാസം വേദന തിന്ന് അങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവിക്കുന്നത്. ആ കഷ്ടപ്പാടൊന്നും പുരുഷന്മാർക്കില്ലല്ലോ എന്നാണ് അമ്മ ബോച്ചയെടുത്ത് പറഞ്ഞത്. ശരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് നമ്മളെ വനിതകൾക്കായി മാറ്റിവെച്ച് ബോച്ച് നമ്മുടെ ഈ ഒരു വനിതാ സംരംഭ ദിനത്തിൽ എത്തിച്ചേരുന്നതിന് ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനെന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് വനിതകളോട് അങ്ങേയറ്റം ബഹുമാനം, സ്നേഹമാണ് എന്റെ അമ്മ എന്നോട് പറയുന്ന കാര്യമാണ്. അതായത് സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ പുരുഷന് ഒരു 5 മിനിറ്റിന്റെ കലാപരിപാടിയുള്ളൂ. അത് കഴിഞ്ഞാൽ സ്ത്രീ 9 മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പ്രസവിക്കും. പുരുഷന് വല്ല പണിയുണ്ടാക്കും. കുട്ടി ഉണ്ടായി അതൊന്ന് നടക്കുന്നത് വരെ, അതുവരെ ഈ അപ്പിപോരലും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. പുരുഷനൊക്കെ വല്ല അറിയുന്നുണ്ടോ? ഇല്ല. ഒന്ന് നടന്നു കഴിയാറാവുമ്പോ തോന്നും ഒക്കെ ശരിയാവുന്നു. അപ്പൊ അതിലും വലിയ കുരുത്തക്കേട്. സ്കൂളിലാക്കി, 1-ാം ക്ലാസ്സിലാക്കി, 5-ാം ക്ലാസ്സിലെത്തി, കുരുത്തക്കേട് തീരും ഇല്ല. കുരുത്തക്കേട് കൂടി വരികയാണ്. അപ്പൊ വിചാരിക്കും കോളേജിൽ എത്തട്ടെ എന്ന്. അപ്പോഴെങ്കിലും ഒരു പ്രായപൂർത്തിയൊക്കെ ആയി ശരിയാവും. കോളേജിലെത്തുമ്പോ അതിലും വലിയ കുരുത്തക്കേട്. അപ്പൊ അമ്മ വിചാരിക്കും ഇനി കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയൊക്കെ ആവുമ്പോ ശരിയാവും, ഒരു ഉത്തരവാദിത്തമൊക്കെ വരുമല്ലോ. അങ്ങനെ കല്യാണം കഴിച്ച് പേരക്കുട്ടിയൊക്കെ ആയി വരുമ്പോഴേക്കും അമ്മയ്ക്ക് വയസ്സായി, 60-70 വയസ്സായി. ആ നല്ല പ്രായം യുവത്വം കൊണ്ട് കടന്നു പോവുകയാണ്. പുരുഷനപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു സമയം മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ചെലവഴിച്ച് അവരതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്, ത്യാഗമാണ് ചെയ്യുന്നത്. അപ്പോ അത്രയും ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി ഒഴിഞ്ഞു വെച്ച്, ഇതിനിടയ്ക്ക് ജോലിക്ക് പോകേണ്ടവരുടെ ഗതി ജോലിക്ക് പോയിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കണം, വീട്ടിലെ പണി ചെയ്യണം, കുക്കിംഗ് ചെയ്യണം, കുട്ടിയെ നോക്കണം, ഒക്കെ ചെയ്യണം. ഇത്രയും കഴിവുള്ള സ്ത്രീ, ഇത്രയും ക്ഷമയുള്ള മാലാകമാരാണ് സ്ത്രീകൾ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഇത്ര കറക്റ്റായിട്ട് പറയാൻ കാരണം ഈ പറഞ്ഞതൊക്കെ എന്റെ അമ്മ എന്നോട് പറയണം. അതാ ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞ് എന്നിട്ടും നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഇത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും അറിയുന്ന ഈ സത്യം, അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇവിടെ പറയാൻ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാ വനിതകൾക്കും എന്റെ ബിഗ് സല്യൂട്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ എന്റെ അമ്മ പറഞ്ഞതാട്ടോ. എനിക്ക് ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പ്രായമായ ഒരു അമ്മയെ പൊന്നാട അണിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോസ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം ഇട്ടപ്പോ തന്നെ ഒരുപാട് വിമർശകര്, പോസിറ്റീവ് പറയാനായാലും നെഗറ്റീവ് പറയാനായാലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പോസിറ്റീവാണ് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ശരിക്കും അദ്ദേഹം പറഞ്ഞ ഒരു പരമാർത്ഥം തന്നെ ഇല്ലയോ, അതൊരു സത്യം തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ആ വീഡിയോസിന് വന്ന ചില കമന്റ്സുകൾ ഇതൊക്കെയാട്ടോ: ബോച്ചയുടെ നല്ല വാക്കുകൾ, ആത്മാർത്ഥത നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. ബോച്ചയ്ക്ക് പകരം ബോച്ച മാത്രം. നാം കണ്ടറിഞ്ഞ സത്യം അമ്മ. വനിതാ ദിനാശംസകൾ. പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യൻ. അമ്മയ്ക്കെന്നും മക്കളെ ഓർത്ത് പേടിയും ആദിയുമാണ്. അതാണ് അമ്മ. ശരിയല്ലേ?
സ്ത്രീകളെ കുറിച്ച് ഇത്രയും തിരിച്ചറിവ് ബോച്ചയുടെ ഹൃദയത്തിൽ നിറച്ച് ബോച്ചയുടെ അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ആ തിരിച്ചറിവാണ് സ്ത്രീകളോട് ബഹുമാനം തോന്നാൻ ഇന്ന് ബോച്ചയെ പ്രേരിപ്പിക്കുന്നത്. അമ്മയ്ക്കും മകനും ബിഗ് സല്യൂട്ട്. ഇതിന് ഒരുപാട് നെഗറ്റീവ്സും വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നെഗറ്റീവ് കാണുന്നവർക്ക് അതൊക്കെ നെഗറ്റീവായിട്ടേ തോന്നത്തുള്ളൂ. എത്രയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചിലര് നെഗറ്റീവിന്റെ പുറവിലേ നടക്കൂ. എന്ത് കണ്ടാലും അവർക്ക് നെഗറ്റീവായേ തോന്നുള്ളൂ. ഇതേസമയം വസ്ത്രധാരണത്തിന്റെ പേരിൽ അങ്ങേയറ്റം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നടിയാണ് ഹണി റോസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഡബിൾ മീനിങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ കേസ് കൊടുത്ത് ബോച്ച അകത്താക്കിയ പ്രശ്നമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. അത് ഒരുപാട് പേര് ബോച്ചയ്ക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. എല്ലാരും ഹണിക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന് കരുതിയിട്ടാണ് ഹണി റോസ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അത് നേരെ തിരിഞ്ഞാണ് സംഭവിച്ചത്. എല്ലാം വെച്ചുകൊട്ടായിട്ട് നടക്കുന്നതല്ലേ ഹണി റോസ്. പിന്നെ എന്തിന് പരാതി കൊടുത്തു എന്നാണ് ഓരോരുത്തരുടെ ആക്ഷേപം. ശരിക്കും അതിനെതിരെ ഒരു മറുപടിയൊക്കെ ആയിട്ട് ഇപ്പൊ ദേ ഹണി റോസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ശേഷം ഒരു പ്രതികാരം കാണിക്കുന്നത് പോലെയാണ് ബോബി ചെമ്മണ്ണൂർ കുംഭമേള വൈറലായിട്ടുള്ള സുന്ദരിയെ കൊണ്ടുവരുന്നു, മോണിവോൺസിലെ കൊണ്ടുവരുന്നു. ഓൺലൈൻ ഈ PR വർക്കുകാർ മുഴുവൻ വന്നിട്ട് കണ്ടില്ലേ ഹണി പോയാൽ മൊണാലിസ വരും എന്ന് പറയുന്ന ഒരു കാര്യം കണ്ട് ചിരിക്കാനാണ് തോന്നിയത് ആ സമയത്ത് ആണോ? ഞാൻ അതിലെ ആ രീതിയിലൊന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അദ്ദേഹം ഞാൻ എൻ്റെ അടുത്ത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഞാൻ ഫേസ് ചെയ്ത് മുമ്പോട്ട് വന്നത്. അതിനപ്പുറത്തേക്ക് അത് വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബിസിനസ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അതെല്ലാം വ്യക്തിപരമായ ഒരു വിഷയം മാത്രമാണ്. ഞാൻ അതിലേക്ക് പോയി ഇൻവോൾവ് ചെയ്യേണ്ടതോ അവരാരെ കൊണ്ടുവന്നാലും ഞാൻ അതിൽ പോയി അത് എനിക്കെതിരെയാണ് എന്നൊക്കെ. ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യമല്ലേ? സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ. ഇത് ഹണി റോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ ഉദ്ഘാടനം? എത്രയോ ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ എത്ര നാൾ എനിക്കിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല. എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറെ ഇനിയും നല്ല ആളുകൾ വരണം, താല്പര്യമുള്ളവർ ചെയ്യണം, ചെയ്യാതിരിക്കണം, ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഒരു വലിയ കരാർ അല്ല ഒരു കോൺട്രാക്ട് ഈ പോരാട്ടം വഴി നഷ്ടമായി അങ്ങനെ പറഞ്ഞവരുണ്ട്. ഹണി എപ്പോഴെങ്കിലും അതിലൊരു പശ്ചാത്തപിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ? സോറി, എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു കോൺട്രാക്ട് പോയത് എനിക്ക് അങ്ങനെ യാതൊരു റിഗ്രറ്റും ഈ കടന്നുപോയ വിഷയങ്ങളിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എപ്പം ഇരുന്ന് ചിന്തിച്ചാലും എന്ത് കാര്യം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് വേറെ കാര്യം. ഇനി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ളത് മുമ്പിൽ വരാനുണ്ട്. അത്രയേ ഉള്ളൂ. വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? എന്നെ മാത്രം ബാധിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറിവിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അതിന് ശക്തമായ നിയമമുണ്ട്. ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു കാര്യമാണ്. നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ. അതിന് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം, ഇത് ഫാമിലിയിൽ നിന്നും നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നൊരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം തോന്നുന്നു. അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട്. ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എനിക്കെല്ലാം ഓക്കെ ആവണമെന്നില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ. എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ ജീവിതം. സൈബർ ആക്രമണം വളരെ നാളായിട്ട് താൻ നേരിടുന്നു എന്നാണ് ഹണി റോസ് പറയുന്നത്. പകച്ചു പോയിട്ടുണ്ടാവില്ലേ? ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഒരു മിനിറ്റ് പോലും തോന്നിയില്ലേ? ഒരിക്കലില്ല. സൈബർ അറ്റാക്കിങ് കുറേ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് PR വർക്ക് എന്താണെന്ന് കണ്ടാൽ അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഇതിപ്പം ആർക്കും വേണ്ടിയും സംസാരിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലുള്ള ആർക്കും ഇല്ല. ഇപ്പം എനിക്ക് വേണ്ടിയും വന്നു നിന്നിട്ടോ അവർ ഭയങ്കര സംഭവമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന് PR വർക്കിന്റെ ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ട് ഉണ്ടാവും. അല്ലാതെ അങ്ങനെ സംസാരിക്കില്ല. അല്ല, അങ്ങനെ ഒരു PR വർക്ക് കണ്ടിട്ടില്ല. അതായത് ഏത് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഏത് ഫേസ്ബുക്ക് പേജ് എടുത്താലും ആ തരത്തിൽ, അല്ലെങ്കിൽ ചാനലുകളുടെ ചർച്ചകളാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കമന്റുകൾ ഇടുക, അങ്ങനെ നിന്നുള്ള ഒരു ആക്രമണം
ഇത് ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നവർ പോലും ആ തരത്തിലുള്ള കമന്റുകൾ എടുത്തിട്ട് അതെ. പറയും. അത് നമ്മൾ പലപ്പോഴും ഈ ഒരു കേസിന്റെ ഭാഗമായി പല കേസുകൾ ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കമന്റ്സ് ആ സമയത്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 1 വീക്ക് കഴിയുമ്പോൾ ഈ കമന്റുകളെല്ലാം എഡിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന്റെ PR വർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ. അങ്ങനെ ഇപ്പം നിങ്ങളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, ജെന്യൂൻ ആയിട്ടൊരു കമന്റ് ഇട്ടാൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം അതേ ഒരേ പാറ്റേണിൽ അത് എഡിറ്റഡായി മാറുന്നില്ലല്ലോ. അപ്പം അത് ഇനി ആരെന്ത് കമന്റ് ഇട്ടാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കമന്റോ അല്ലെങ്കിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ലൈഫിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മളെ എന്ന് നോക്കിയിട്ടല്ല നമ്മളൊരു ഡിസിഷനിലേക്ക് പോകുന്നത്. എനിക്ക് ശരി എന്താണ് എന്നുള്ളത് മാത്രം ചിന്തിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ. ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഏത് രീതിയിൽ അതിന് മാറ്റം വരാമെന്ന് നമുക്കറിയില്ല. അതൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ്. ഞാൻ 100% ജെന്യൂനാണ് ഞാൻ ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ. എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിടക്കുകയാണ്. ഞാൻ അത്ര മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെയുള്ള ആളുകളും എന്നോടൊപ്പം ഉണ്ട്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു, ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്തു. ബട്ട് അത് വിചാരിച്ചിട്ടില്ല, സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട്. ബോച്ചെ വിഷയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഹണി റോസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയ ഫുള്ള് ഹണി റോസിനെതിരെ തിരിഞ്ഞതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഹണി റോസിന് ഏകദേശം 1-2 ഇനാഗ്രേഷനെ കിട്ടിയിട്ടുള്ളൂ ഈ ഒരു പ്രശ്നത്തിന് ശേഷം. അപ്പം എന്തായാലും ഇത് 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ഒരു പുതിയ സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. റേച്ചൽ എന്ന് പറയുന്ന ഹണി റോസിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങാനുണ്ടായിരുന്നല്ലോ. അത് ഫെബ്രുവരി 28-ന് ഇറങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതും ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഉടനെ ഒന്നും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അത് ഉടനെ ഒന്നും ഇറങ്ങുമെന്ന് തോന്നുന്നുമില്ല. എന്തായാലും എല്ലാം കൊണ്ടും ഹണി റോസ് പെട്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു കഷ്ടകാല സമയം വരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതിപ്പോ ഹണി റോസിന്റെ ഒരു ഉച്ചക്കടിച്ച കഷ്ടകാല സമയം എന്ന് പറയത്തില്ലേ, അതാണിത്.